മറ്റു മതങ്ങളെ വിമർശിക്കാം, പക്ഷേ ഇസ്ലാം മതത്തെ വിമർശിച്ചാൽ തൊട്ടടുത്ത ദിവസം തന്നെ, തൊട്ടടുത്ത നിമിഷം തന്നെ ഷിയ ആചാരപ്രകാരമുള്ള ശിക്ഷാ നടപടികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലുമൊക്കെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള ആരിഫ് ഹുസൈൻ തെരുവത്ത്, ഒരുവിധം ആൾക്കാർക്കൊക്കെ തന്നെ അറിയാവുന്ന വ്യക്തിത്വം, ഇസ്ലാം മത വിമർശകനും അതുപോലെ തന്നെ എക്സ് മുസ്ലിമുമായി പറയുന്ന ഡോക്ടർ ആരിഫ് ഹുസൈന് നിലവിലൊരു വധഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ആദ്യ സംഭവമൊന്നുമല്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ പലതരത്തിലുള്ള ഭീഷണികൾ ഇദ്ദേഹം നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കാര്യത്തിൻ്റെ ഗൗരവം കുറച്ച് വർദ്ധിപ്പിക്കുന്നുണ്ട്. സംഭവം വന്നിരിക്കുന്നത് ഖമനേയിയെ വിമർശിച്ചതിന് പിന്നാലെയാണ്. ഇറാനിൽ ഖമനേയി ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് തുറന്നു കാട്ടിയതിന് പിന്നാലെയാണ്. സംഭവത്തിൽ എന്തായിരുന്നാലും പോലീസിൽ പരാതി നൽകി, പോലീസ് കേസെടുത്തു. ആരിഫ് ഹുസൈൻ്റെ പരാതിയിലും അതുപോലെ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനം നൽകിയ പരാതിയിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ഹുസൈൻ അലി എന്നയാൾക്കെതിരെയാണ് തൃക്കാക്കര, ഇടത്തല പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. നാട്ടിൽ കലാപമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ആരിഫ് ഹുസൈനെതിരെ വധഭീഷണി മുഴക്കിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് അനുകൂലമായി മുസ്ലിം തീവ്രവാദത്തെ എതിർത്തുകൊണ്ടുമൊക്കെ നിരവധി വീഡിയോകളിലൂടെ ആരിഫ് ഹുസൈൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടുത്ത രീതിയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഭീഷണി എത്തിയതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഇന്നലെയായിരുന്നു ആരിഫ് ഹുസൈന് ഇമെയിലിലൂടെ വധഭീഷണി സന്ദേശമെത്തിയത്. അദ്ദേഹം അത് ഉടൻ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ, ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു ചാനൽ ചർച്ചയിലും അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. ഇമെയിലായിരുന്നു ഭീഷണി കിട്ടിയത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ടാണ് സന്ദേശം. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഞങ്ങൾ ഇന്ത്യയിലെ ശരിയ ഇസ്ലാമിക് പോരാളികളാണ്. ശരിയ നിയമപ്രകാരം താങ്കൾക്ക് വധശിക്ഷ പ്രഖ്യാപിക്കുന്നുവെന്നാണ് പറയുന്നത്. ആയത്തുള്ള അലി ഖമനേയിയെ അധിക്ഷേപിച്ച് സംസാരിച്ചതിനാണ് ഈ ശിക്ഷ ഞങ്ങൾ നൽകുന്നത്. ഞങ്ങളുടെ സൈബർ ടീം നിങ്ങളുടെ കേരളത്തിലെ വിലാസവും വീടും കണ്ടെത്തി കഴിഞ്ഞു. ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമുള്ള ഞങ്ങളുടെ പോരാളികൾ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ഏറ്റവും മൃഗീയമായ രീതിയിൽ ആക്രമിച്ച് നിന്നെ കൊല്ലും, തല വെട്ടിയെടുക്കും. നിന്റെ തല കേരളത്തിലെ പൊതുസമൂഹത്തിന് തുപ്പാനായി പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കും. ഇങ്ങനെയാണ് ഇമെയിലിൽ വന്ന സന്ദേശം. അതിക്രൂരമായ രീതിയിലുള്ള ഭീഷണി ആയതുകൊണ്ട് തന്നെ സംഭവം ഏറെ ഗൗരവതരമാണ്. മുഖ്യമന്ത്രിയെയും കേരള പോലീസിനെയും എൻഐയെയും ടാഗ് ചെയ്തുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ ഇക്കാര്യം പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിലാണ് ഡോക്ടറുടെ ഇമെയിലിലേക്ക് ഈ ഭീഷണി എത്തിയത്. ഹുസൈൻ അലി എന്ന പേരിലുള്ള ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് സന്ദേശം വന്നത്. ഈയിടത്തൊക്കെയായി ചാനൽ ചർച്ചകളിലൂടെ അടക്കം ആരിഫ് ഹുസൈൻ ഇറാനിലെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ എടുത്തു പറഞ്ഞിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ നേതൃത്വത്തിൽ ഇറാനിൽ നടന്നിട്ടുള്ള ക്രൂരമായ വിഷയങ്ങളെക്കുറിച്ച്, മോശമായ കാര്യങ്ങളെക്കുറിച്ച് ആരിഫ് ഹുസൈൻ വിമർശിച്ചിരുന്നു. ഇതിനിടയിലാണ് വധഭീഷണിയും എത്തിയത്. എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. അത് എനിക്ക് ഏതാനും മണിക്കൂറുകൾ മുന്നേ ലഭിച്ച ഒരു ഭീഷണി സംബന്ധിച്ചിട്ടാണ്. നമുക്കറിയാം, ഇവിടെ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അത് സംബന്ധിച്ചിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ പറയുന്നു, അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നു. അത് പറയാനുള്ള അവകാശമുള്ള ഒരു രാജ്യത്തിരുന്നാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉന്നയിച്ച വാദങ്ങൾ, അതിന്റെ മറുപടികളൊന്നും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അതിനുള്ള അവരുടെ കൂടെയുള്ള മറുപടി എന്ന് പറയുന്നത് വധഭീഷണിയാണ്. അപ്പോ ഇപ്പൊ ലഭിച്ചിരിക്കുന്ന ഈ ഭീഷണി എന്ന് പറയുന്നത് ഈ ഷിയ വാരിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ ഐ ഡി, ആ ഗ്രൂപ്പിന്റെ ഒരു മെയിൽ ഐ ഡി, അതിൽ നിന്നാണ് എനിക്കിപ്പോ ഒരു ഭീഷണി ലഭിച്ചിരിക്കുന്നത്. എന്റെ തലയെടുക്കും, എന്നിട്ട് അത് പൊതുദർശനത്തിന് വെച്ച് ഇവിടെ ആളുകൾക്ക് തുപ്പാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കും എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ വലിയൊരു ആഗ്രഹമാണ്. അപ്പൊ ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭീഷണി കണ്ട് ഭയക്കുക എന്നുള്ളതിനൊക്കെ അതൊന്നുമല്ല. അതൊക്കെ ഇതിനു മുന്നേ ഇതിനേക്കാൾ കൂടുതലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ ഇത്തരത്തിലുള്ള ബ്ലാസ്ഫമി എന്ന് പറയുന്നത്, ഈ മതനിന്ദ നടത്തുന്നു എന്നതിന്റെ പേരിലൊക്കെ ഇതേപോലെ നടത്തുന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മളുടെ നാട്ടില് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി. പക്ഷെ ഇത് പലപ്പോഴും ഈ ഇസ്ലാമിന്റെ ഭാഗത്തു നിന്നുള്ള സംഗതികളാവുമ്പോൾ ഇതൊന്നും വലിയ സംഭവമല്ല, ഇത് കുട്ടികളിയാണെന്നുള്ള രീതിയിലാണ് എടുക്കുക. അപ്പൊ അത് പറ്റില്ല, പാടില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ആദ്യമേ പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ പേപ്പട്ടി മതം എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഇതാണ്. മറ്റു മതം പോലെയല്ല
ഇത് എന്നത് തന്നെയാണ്. സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സലീം വാസ്തിക് എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിമിന്റെ വീട്ടിൽ കയറിയാണ് വെട്ടിയതും കൊല്ലാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം നമ്മൾ കണ്ടതാണ്. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇതിന്റെ ഈ കോർ ഇഷ്യൂ അത് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പൊതുസമൂഹം അതിന് ഉണരണം. അതോടൊപ്പം ഇവിടുത്തെ നിയമ സംവിധാനം ഉണരണം. അത് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരായാലും എല്ലാവരും അതിനു വേണ്ടി മുന്നോട്ട് വരണം എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ എന്തായാലും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. അപ്പം താങ്ക് യു. ആരിഫ് ഹുസൈൻ തെരുവത്ത്. ഓക്കെ, ബൈ. അതേസമയം ഇത് ആദ്യമായ സംഭവം ഒന്നും തന്നെയല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ, ദേശീയ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടൊരു വിഷയമായിരുന്നു. യു പിയിൽ എക്സ് മുസ്ലിം യൂട്യൂബറായ സലീം അഹമ്മദ് എന്ന സലീം വസ്തിക്കിനെ രണ്ടുപേർ ചേർന്ന് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം. സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും ഒക്കെ മുസ്ലിം സമുദായത്തെ അവഹേളിക്കുന്നു, ചില കാര്യങ്ങൾ തുറന്നു കാട്ടുന്നു എന്നതിൽ വിറളി പൂണ്ട് തന്നെയാണ് രണ്ടംഗ സംഘം കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. എന്നാൽ അവർ രണ്ടുപേരും ഇന്ന് ഭൂമുഖത്തില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. യോഗി ആദിത്യനാഥിന്റെ പോലീസ് രണ്ടുപേരെയും എൻകൗണ്ടറിലൂടെ വകവരുത്തി. കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ഗൾഫ് ഫാമും പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ ഇന്ദിരാപുരം മേഖലയിൽ വെച്ചുണ്ടായ വെടിവെപ്പിലാണ് ഏറെ ഗുരുതരമായി ഗൾഫ് ഫാം എന്ന രണ്ടാം പ്രതിക്ക് പരിക്ക് സംഭവിച്ചത്. പിന്നീട് ആശുപത്രിയിൽ വെച്ചാണ് മരണമടഞ്ഞത്. ഇതോടെ കേസിലെ പ്രധാനികളായ രണ്ട് പ്രതികളെയും പോലീസ് വകവരുത്തി എന്നാണ് പറയുന്നത്. CCTV ദൃശ്യങ്ങളും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മോട്ടോർ സൈക്കിളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളായിട്ടുള്ള സിഷാൻ, ഗൾഫാം എന്നീ സഹോദരന്മാരെ പോലീസ് തിരിച്ചറിഞ്ഞതും പിന്നീടുണ്ടായ ഏറ്റുമുട്ടലിൽ വകവരുത്തിയത്. കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള സിഷാനെ മാർച്ച് 1 നടന്ന ഏറ്റുമുട്ടലിലായിരുന്നു പോലീസ് വകവരുത്തിയത്. രണ്ട് പ്രതികൾക്ക് മേൽ 1 ലക്ഷം രൂപ വീതം ഇനാമും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇരുവരും ഇപ്പോൾ കൊല്ലപ്പെട്ടതോടെ കേസിന്റെ പ്രാഥമിക അന്വേഷണ ഘട്ടം പൂർത്തീകരിച്ചെന്നും ഇനി കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നുവെന്ന് കൂടിയാണ് പോലീസ് പറയുന്നത്. ഒളിവിലായിരുന്ന ഗൾഫാമിനെ കണ്ടെത്താൻ ഗാസിയാബാദ് ക്രൈംബ്രാഞ്ച് വിപുലമായ തെരച്ചിൽ നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്ദിരാപുരം സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പ്രതിയെ തടയാൻ ശ്രമിച്ചപ്പോൾ ഏറ്റുമുട്ടലുണ്ടായത്. പോലീസിന് നേരെ വെടിയുതിർത്ത പ്രതിയെ പ്രത്യാക്രമണത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത്. മറ്റു മാർഗമില്ലാതെ വെടിവെച്ച് കൊല്ലപ്പെടുത്തേണ്ടി വന്നു. അഡീഷണൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പീയൂഷ് സിംഗ്, ഇൻസ്പെക്ടർ അനിൽ രജ്പുത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ നീക്കം. ഫെബ്രുവരി 27 പുലർച്ചെ നിസ്കാരത്തിന് ശേഷമാണ് അലി ഗാർഡൻസിലെ ഓഫീസിൽ വെച്ച് സലീം വസ്തിക്കിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത്. ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ 2 പേർ സലീമിനെ ക്രൂരമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കഴുത്തിലും വയറിലും പരിക്കേറ്റ അദ്ദേഹം ഡൽഹി GTB ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇസ്ലാം മതം ഉപേക്ഷിച്ച വ്യക്തിയെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന സലീം തന്റെ യൂട്യൂബ് ചാനലുകളിലൂടെ മതപരമായ ആചാരങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇതായിരിക്കും ഈ ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായി കരുതുന്നത്. എന്തുതന്നെയായിരുന്നാലും ഒരുവന്റെ ജീവന് ആപത്താകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം.